ഞാൻ ഗായത്രി, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 2024 നീറ്റ് CM അക്കാഡമി റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. ഞാൻ കുറച്ച് വൈകിട്ടാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ വർഷം തന്നെ നീറ്റ് എന്നുള്ളൊരു എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ആ വർഷം തന്നെ MBBS സീറ്റിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത്. ഫസ്റ്റിൽ റാങ്ക് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാർക്കൊക്കെ നല്ല കുറവായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഫിസിക്സ് ആയിരുന്നു കുറച്ച് വീക്കായിട്ടുള്ളൊരു ഏരിയ. ഫിസിക്സിൽ അവിടുത്തെ മെറ്റീരിയൽ നീറ്റിന് ബെസ്റ്റ് മെറ്റീരിയലാണ് CM അക്കാഡമിയിലുള്ളത് ഫിസിക്സിന്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് വീക്കായിട്ടുള്ള ഏരിയാസൊക്കെ വീണ്ടും ചാപ്റ്റേഴ്സ് ക്ലാസ് തന്നെ എടുത്തു തരികയും നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വെച്ചുതരും. വീണ്ടും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ വെച്ചിരുന്നുണ്ടായി. കെമിസ്ട്രിക്കാണെങ്കിൽ നമുക്കറിയാം ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് CM അക്കാഡമിയിലുള്ളത്. അതുപോലെ തന്നെയാണ് അവിടുത്തെ മെറ്റീരിയലും. കെമിസ്ട്രീൻ്റെ ആണെങ്കിൽ ഓർഗാനിക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത്. ഇത്ര വൈകി നീറ്റ് റിപ്പീറ്റ് ചെയ്യാനെത്തി എനിക്ക് ഒരു MBBS സീറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞിറങ്ങിയ നിങ്ങൾക്ക് ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം അക്കാഡമിക് സപ്പോർട്ട് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും മെൻറ്റർഷിപ്പ് ആണെങ്കിലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ എവിടെ ജോയിൻ ചെയ്യുന്ന കൺഫ്യൂഷനിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും CM അക്കാഡമി തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.